ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് മേഖലയോട് സർക്കാർ പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് കീഴിലെ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം നേടിയിട്ടുള്ള 16,000-ലധികം അധ്യാപകരുടെ നിയമനങ്ങളിൽ അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃത തസ്തികകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണം. NSS മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. NSS കേസിൽ സുപ്രീംകോടതി നടത്തിയ വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ KCBC വിദ്യാഭ്യാസ കമ്മീഷനു വേണ്ടി കൺസോർഷ്യം ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും NSSന് അനുകൂലമായ വിധിയുടെയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും വെളിച്ചത്തിൽ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കണമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു. എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് സുപ്രീംകോടതി ഉത്തരവ് NSSന് മാത്രം ബാധകമാണെന്നും മറ്റ് മാനേജ്മെന്റുകളിൽ ഇത് നടപ്പിലാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് വേണമെന്നുമാണ്. NSSന് ലഭിച്ച അനുകൂല വിധി മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുള്ളതിനാൽ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണ്. സർക്കാരിന്റെ ഈ നിലപാട് മൂലം നിയമനം നേടിയിട്ടുള്ള ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല വ്യക്തിപരവും കുടുംബപരവും സാമുദായികവുമായ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. ആത്മഹത്യയിലേക്ക് പോലും അധ്യാപകരും കുടുംബങ്ങളും തള്ളിവിടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് സത്വരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ദുരിതത്തിലായ അധ്യാപകർക്ക് നീതി ഉറപ്പാക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇത് പിട്ടാപ്പള്ളി റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്.